ഏറ്റവും കൂടുതലായിട്ട് ഹെഡ് ആൻഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ സൗരഭനറിയാൽ ഒരുപാട് കൂടുതലായി കാണുന്ന ഒരു ക്യാൻസറാണ് ഈ വായിലുണ്ടാകുന്ന ഒരു ക്യാൻസർ. ഇന്ത്യയിലെ പുരുഷന്മാരിലൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 1/3 വരുന്ന ഒരു ക്യാൻസറാണ് ഈ വായിലുണ്ടാവുന്ന ക്യാൻസർ. ടൊബാക്കോ റിലേറ്റഡ് ആയിട്ട് എങ്ങാനും ഈ ഓറൽ ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ, അതോ കേരളത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതിൽ? വായിലുണ്ടാവുന്ന ക്യാൻസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ടുബാക്കോ ആണ് നമ്മുടെ എപ്പോഴും മനസ്സിലേക്ക് ഫസ്റ്റ് വരേണ്ടത്. കാരണം വളരെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ടുബാക്കോ ഉപയോഗിക്കുന്നവരിൽ, പുകയില ഉപയോഗിക്കുന്നവരിലാണ് ഓറൽ ക്യാൻസർ ഏറ്റവും കൂടുതലായി കാണുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ഓറൽ ക്യാൻസറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടുബാക്കോ യൂസ് തന്നെയാണ്. മറ്റു കാരണങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മദ്യപാനം, ബാക്കിയുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ, മറ്റ് കാരണങ്ങളിലേക്കും ഉണ്ട്. പക്ഷേ ച്യൂയിങ് ടുബാക്കോ ആണ് ഏറ്റവും വായിലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട്. ഏറ്റവും കൂടുതൽ വായിലുണ്ടാവുന്ന മുറിവുകൾ, വായിലുണ്ടാവുന്ന വ്രണം വരുന്നു, അത് ഉണങ്ങാതിരിക്കുന്നു. നമുക്ക് മൗത്ത് അൾസറൊക്കെ വളരെ സാധാരണമായിട്ട് ഉണ്ടാവുന്നതാണല്ലോ. പക്ഷെ മൗത്ത് അൾസറൊക്കെ ഒരു സമയമുണ്ട്, ഒരു 1-2 ആഴ്ച കൊണ്ടൊക്കെ, മിക്കവാറും ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കത് മാറിപ്പോകുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ അത് വലുതാവുന്നു. അത് നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണത്. നമുക്ക് ഈ ഓറൽ ക്യാൻസേഴ്സിൽ വരുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും സാർ? നമുക്കൊരു സർജറി തന്നെയാണോ, അതോ വേറെ എന്തെങ്കിലും ടൈപ്സ് ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ? വായിലുണ്ടാവുന്ന ക്യാൻസറിന് തുടക്കത്തിലുള്ള സ്റ്റേജുകളിലാണെങ്കിൽ പ്രത്യേകിച്ചും സർജറി തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. ഈവൻ അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിലും സർജറി തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. അസുഖം കൂടുതൽ വ്യാപിക്കുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ റീകൺസ്ട്രക്ഷൻ സർജറിയും വലുതായിക്കൊണ്ടിരിക്കുമല്ലോ. അതായത് നമുക്ക് താടീൻ്റെ എല്ലിലോട്ടൊരു അസുഖം വരികയാണെങ്കിൽ താടി എല്ലാം എടുത്തു മാറ്റുകയാണെങ്കിൽ നമുക്ക് കാലിൽ നിന്നുള്ള ബോണോ അല്ലെങ്കിൽ തോൾ പലകയിൽ നിന്നുള്ള ബോണോ എടുത്തിട്ടായിരിക്കും നമുക്കത് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ കവിളിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പോയത്, പക്ഷെ വലിയൊരു ഭാഗമാണ് പോകുന്നതെങ്കിൽ നമുക്ക് കയ്യിൽ നിന്നോ തുടയിൽ നിന്നോ ഒക്കെയുള്ള ടിഷ്യൂ എടുത്തിട്ട് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പൊതുവേ സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് ഇത് കൂടുതൽ മോർബിഡായി മാറും. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിച്ചാലുള്ള അതിൻ്റെ